ഹലോ ഗൈസ്, നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബർ ഡിസംബർ 25 ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്, കാരണം റിക്വയർമെൻറ്റ് നമുക്ക് നോക്കാം. നമുക്കറിയാം പ്രൊസീജിയർ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. എന്താണ്? ഡിസ്ക്രൈബ് ദി ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ചോദിക്കുന്നതല്ല, സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് അല്ല. ഓക്കെ, ഇൻ ഓർഡർ ടു പ്ലേസ് റിലയൻസ് ഓൺ ദി കണ്ടിന്യൂസ് കൗണ്ട് ഓഫ് ദി കമ്പനീസ് ഇയർ ആൻഡ് ഇൻവെൻട്രി. അപ്പോൾ അവർ ഇൻവെൻട്രി കൗണ്ട് കണ്ടിന്യൂസ് ഇൻവെൻട്രി കൗണ്ട് കണ്ടക്ട് ചെയ്യുന്നത്. കമ്പനി കണ്ടക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? കണ്ടിന്യൂസ് ഇൻവെൻട്രി കൗണ്ട് ആണ്. അപ്പോൾ ഈ കണ്ടിന്യൂസ് ഇൻവെൻട്രി കൗണ്ടിനെ പറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? എവിഡൻസ് കളക്ട് ചെയ്യണം. ഓക്കെ അല്ലേ? ഇതാണ്. അല്ലാതെ നമ്മൾ പഠിച്ചിട്ടുള്ള ഇൻവെൻട്രി കൗണ്ടിങ്ങിൻ്റെ പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ, ബിഫോർ ഇൻവെൻട്രി കൗണ്ട്, ഡ്യൂറിങ് ഇൻവെൻട്രി കൗണ്ട്, ആ പ്രൊസീജിയേഴ്സ് അല്ല ഇവിടെ ചോദിക്കുന്നത്. പല സ്റ്റുഡൻസും ആ ഒരു പോയിന്റ് ആണെന്ന് വെച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്? തെറ്റിയിട്ട് ആൻസേഴ്സ് എഴുതാറുണ്ട്, മാർക്ക് കിട്ടില്ല. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക, കമ്പനിക്ക് രണ്ട് രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇൻവെൻട്രി കൗണ്ട് മെൻഷൻ ചെയ്യാൻ പറ്റും. ഇൻവെൻട്രി കൗണ്ടിങ് രണ്ട് മെത്തേഡ്സ് ഉണ്ട് ഇൻവെൻട്രി കൗണ്ടിങ്ങിന്. ഒന്ന് കണ്ടിന്യൂസ് ഉണ്ട്, ശ്രദ്ധിക്കണേ. ഒന്നാമത്തത് കണ്ടിന്യൂസ് ഇൻവെൻട്രി കൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ഇതിനെ പെർപച്വൽ എന്ന് പറയും. പെർപച്വൽ ഇൻവെൻട്രി കൗണ്ട് എന്ന് പറയും. അതേപോലെ പീരിയോഡിക് ഇൻവെൻട്രി കൗണ്ട് ഉണ്ട്. ഈ പീരിയോഡിക് ഇൻവെൻട്രി കൗണ്ടാണ് ഫൈനൽ എന്താ പറയുക, ഫൈനൽ ഇയർ ഇൻവെൻട്രി ഫുൾ ഇയർ അല്ലെങ്കിൽ ഫൈനൽ ഇയർ ഇൻവെൻട്രി കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യും? മന്ത്ലി എന്ത് ചെയ്യും? ഇൻവെൻട്രി കൗണ്ടിങ് പെർഫോം ചെയ്യും. എല്ലാ മാസവും എന്ത് ചെയ്യും? നമ്മൾ മന്ത്ലി ഇൻവെൻട്രി കൗണ്ടിങ് പെർഫോം ചെയ്യും. ഇതാണ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. പീരിയോഡിക് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഫുൾ ഇയർ ഇൻവെൻട്രി കൗണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഇയർ എൻഡിലാണ് എന്ത് ചെയ്യുക? കമ്പനി ഇൻവെൻട്രി കൗണ്ട് പെർഫോം ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനെ രണ്ട് ഇൻവെൻട്രി കൗണ്ടുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് കമ്പനി ഫുൾ ഇയർ ഇൻവെൻട്രി കൗണ്ടാണ് കഴിഞ്ഞ വർഷം ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ വർഷം മുതൽ എന്ത് ചെയ്യാണ്? കണ്ടിന്യൂസ് ഇൻവെൻട്രി കൗണ്ട് പെർഫോം ചെയ്യാണ്. അപ്പോൾ കണ്ടിന്യൂസ് ഇൻവെൻട്രി കൗണ്ട് പെർഫോം ചെയ്യുന്നത് മന്ത്ലി എന്ത് ചെയ്യുന്നുണ്ട്? കമ്പനി ഇൻവെൻട്രി കൗണ്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓഡിറ്റർ എന്ത് ചെയ്യണം? ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഓഡിറ്റർ പെർഫോം ചെയ്യേണ്ട ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ആണ്. ഓക്കെ, ടു പ്ലേസ് റിലയൻസ് ഓൺ ദി കണ്ടിന്യൂസ് ഇൻവെൻട്രി കൗണ്ട്. ക്ലിയർ? ഈ മനസ്സിലാക്കുക, ഓഡിറ്റ് പ്രൊസീജിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലീസ് മനസ്സിലാക്കുക, നമ്മൾ എന്ത് ചെയ്യണം? സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് മാത്രം എഴുതിയാൽ പോരാ. എന്തും എഴുതണം? ടെസ്റ്റ് ഓഫ് കൺട്രോൾസും എഴുതേണ്ടതുണ്ട്. ക്ലിയർ ആണല്ലോ? ഇതിന് രണ്ടിനെയും കമ്പൈൻ ചെയ്ത് പറയുമ്പോഴാണ് എന്ത് ചെയ്യുക? ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ടെസ്റ്റ് ഓഫ് കൺട്രോൾസും സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സും രണ്ടും എഴുതണം. അപ്പോഴാണ് എന്ത് ചെയ്യുക? അതിന് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്ന് പറയാം. ക്ലിയർ? അതേ സമയത്ത് ചില റിക്വയർമെൻറ്റ്സ് ഉണ്ട്. വേറെ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ച വേറെ റിക്വയർമെൻറ്റ് ഉണ്ട്. ഇവിടെ കണ്ടോ? രണ്ടാമത്തെ റിക്വയർമെൻറ്റ് കണ്ടോ? ഇവിടെ പറയുന്നത് എന്താണ്? കണ്ടോ? സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് എന്നാണ് പറയുന്നത്. ഇത് രണ്ടാമത്തെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്. പേയബിൾസിൻ്റെ, പർച്ചേസ് ആൻഡ് അതർ എക്സ്പെൻസിൻ്റെ എന്താ പറയുന്നത്? സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വ്യത്യാസം മനസ്സിലാക്കുക. സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ചോദിച്ചാലും അതുപോലെ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ചോദിച്ചാലും രണ്ടും രണ്ടാണ്. ഡിഫറൻസ് മനസ്സിലാക്കുക. ക്ലിയർ? ഓക്കെ, അപ്പോൾ 5 മാർക്കിനാണ് നമ്മൾ എന്ത് ചെയ്യണം? 5 പോയിന്റ് എഴുതി വെക്കണം. ഓക്കെ, അപ്പോൾ സിനാരിയോ ഒന്ന് വായിച്ചു നോക്കാം. സിനാരിയോയിൽ പറയുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു ഫുൾ ഇയർ ഇൻവെൻട്രി കൗണ്ടാണ് അവർ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം. ഈ വർഷം മുതൽ എന്ത് ചെയ്യാണ്? കണ്ടിന്യൂസ് ഇൻവെൻട്രി കൗണ്ടിങ് സിസ്റ്റം അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, ദെൻ അതേപോലെ കമ്പനിയുടെ ഇൻറ്റേർണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? അവരെന്ത് ചെയ്യുന്നുണ്ട്? ഇൻവെൻട്രി കൗണ്ടിങ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ കണ്ടിന്യൂസ് ഇൻവെൻട്രി കൗണ്ടിങ് ഇഫക്റ്റീവ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആര്? ഇൻറ്റേർണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ആൻഡ് ദ കണ്ടിന്യൂസ് ഇൻവെൻട്രി കൗണ്ടിങ് പ്രോസസ് ഇൻവോൾവ്സ് കൗണ്ടിങ് ഓൾ ലൈൻ ഓഫ് ഇൻവെൻട്രി പീരിയോഡിക്കലി ത്രൂ ദ ഇയർ സോ ദാറ്റ് ബൈ ദി എൻഡ് ഓഫ് ദി ഇയർ ഓൾ ലൈൻസ് വിൽ ബി കൗണ്ടഡ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടിന്യൂസ് ഇൻവെൻട്രി കൗണ്ടിങ് എങ്ങനെയാണ്? എല്ലാ ഇൻവെൻട്രി ലൈൻസ് എന്ത് ചെയ്യുന്നുണ്ട്? പീരിയോഡിക്കലി എന്ത് ചെയ്യുന്നുണ്ട്? കൗണ്ട് ചെയ്ത് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ എല്ലാ മന്ത്ലി എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ വെയർ ഹൗസ് കൗണ്ട് ചെയ്ത് വരികയാണ് നമ്മൾ. അപ്പോൾ എന്ത് ചെയ്യും? 12 മന്ത് ആകുമ്പോൾ എന്ത് ചെയ്യും? എല്ലാ ഇൻവെൻട്രിയും കൗണ്ട് ചെയ്ത് കഴിയും. അങ്ങനെയാണ് അവരുടെ സിസ്റ്റം. മന്ത്ലി ഘട്ടം ഘട്ടമായിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ഇൻവെൻട്രീസ് കൗണ്ട് ചെയ്യാണെന്ന് പറയുന്നത്. എനി എറേഴ്സ് നോട്ടഡ് ഡ്യൂറിംഗ് ദ മന്ത്ലി കൗണ്ട് ആർ അഡ്ജസ്റ്റഡ് ഇൻ ദ ഇൻവെൻട്രി സിസ്റ്റം ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ ഇൻവെൻട്രി കൗണ്ട്. എന്ത് ചെയ്യും? കൃത്യമായിട്ട് റെക്കോർഡ്സിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ഇതിനെ പറ്റിയിട്ട് ഇവരുടെ കൗണ്ടിങ് റിലയബിൾ ആണ് എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ഓഫ് കൺട്രോൾസും സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സും എഴുതി വെക്കണം. ക്ലിയർ ആണല്ലോ? പല സ്റ്റുഡൻസും സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് മാത്രമേ എഴുതി വെക്കുള്ളൂ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യില്ല, ഫുൾ മാർക്ക് കിട്ടില്ല. ഇതാണ് ഒന്നാമത്തെ തെറ്റ്. രണ്ടാമത്തെ തെറ്റ് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു എന്ത്, അവർ ബിഫോർ ഇൻവെൻറ്ററി കൗണ്ട്, ആഫ്റ്റർ ഇൻവെൻറ്ററി കൗണ്ട്, ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് എഴുതി വെക്കും. മനസ്സിലാക്കി വെക്കാൻ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ബിഫോർ ഇൻവെൻറ്ററി കൗണ്ട്, ആഫ്റ്റർ ഇൻവെൻറ്ററി കൗണ്ടിൻ്റെ പ്രൊസീജിയേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്തിനുള്ള പ്രൊസീജിയേഴ്സ് ആയിരുന്നു? ഫുൾ ഇയർ ഇൻവെൻറ്ററി കൗണ്ടിൻ്റെ പ്രൊസീജിയേഴ്സ് അല്ലേ? അതെന്തായിരുന്നു? ഫുൾ ഇയർ ഇൻവെൻറ്ററി കൗണ്ടിൻ്റെ പ്രൊസീജിയേഴ്സ് ആണ് എന്ന് മനസ്സിലാക്കുക. ക്ലിയർ? One minute. Reporting അല്ല, സോറി, പ്രൊസീജിയേഴ്സ്. അപ്പോൾ അതിൽ ഇൻവെൻറ്ററി നോക്കുമ്പോൾ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് കാണിക്കുകയാണ്. നമ്മുടെ റവന്യൂ ഇൻവെൻറ്ററി കൗണ്ടിങ്ങിൽ ഇവിടെ ബിഫോർ ഇൻവെൻറ്ററി കൗണ്ട്, അതുപോലെ ആഫ്റ്റർ ഇൻവെൻറ്ററി കൗണ്ട്, അത് ഡ്യൂറിങ് ഇൻവെൻറ്ററി കൗണ്ടിൻ്റെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇതെല്ലാം എന്തിനാണ്? നമ്മുടെ ഫുൾ ഇയർ ഇൻവെൻറ്ററി കൗണ്ടിൻ്റെ പ്രൊസീജിയേഴ്സ് ആണ് എന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇതെല്ലാം എന്താണ്? നമ്മുടെ ഫുൾ ഇയർ ഇൻവെൻറ്ററി കൗണ്ടിൻ്റെ പ്രൊസീജിയേഴ്സ് ആണ്. അല്ലാതെ എന്തല്ല, നമ്മുടെ കണ്ടിന്യൂസ് ഇൻവെൻറ്ററി കൗണ്ടിൻ്റെ പ്രൊസീജിയേഴ്സ് അല്ല. ഇതെല്ലാം ഫുൾ ഇയർ ഇൻവെൻറ്ററി കൗണ്ടിൻ്റെ പ്രൊസീജിയേഴ്സ് ആണ്. ക്ലിയർ? മനസ്സിലാക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ പ്രൊസീജിയേഴ്സ് എഴുതുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ പറഞ്ഞതാണ്, എന്നാൽ പെട്ടെന്ന് പറയാം. എന്തായിരുന്നു? ആ പ്രൊസീജിയേഴ്സ് സഫീഷ്യൻ്റ്ലി ഡീറ്റെയിൽഡ് ആയിരിക്കണം. എന്നാലാണ് നമുക്ക് എന്ത് ചെയ്യുള്ളൂ, 1 മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഡീറ്റെയിൽ ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് 3 കാര്യങ്ങൾ വേണം. എന്തൊക്കെയാണ്? ഒന്ന്, ഓഡിറ്റ് പ്രൊസീജിയർ വേണം, ദാറ്റ് ഈസ് റെയർ കോപ്പി, അല്ലെ? റീകാൽക്കുലേഷൻ, അനാലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ്, അങ്ങനെ എന്തെങ്കിലും ഒരു ഓഡിറ്റ് പ്രൊസീജിയർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. രണ്ടാമത് എന്ത് ചെയ്യണം? നമ്മൾ സോഴ്സ് ഡോക്യുമെൻറ്റ് മെൻഷൻ ചെയ്യണം. എവിടെ നിന്നാണ് നമുക്ക് എവിഡൻസ് കിട്ടുകയെന്ന് പറയണം. ഡോക്യുമെൻറ്റ്സ് ആണോ, മാനേജ്മെൻറ്റ് ആണോ, തേർഡ് പാർട്ടി ആണോ എന്ന് നമ്മൾ പറയണം. ദെൻ ഒബ്ജക്റ്റീവ്, എന്ത് പറയണം? നമ്മൾ പറയുന്നത് അതിൻ്റെ ഒബ്ജക്റ്റീവ്, എന്തിനാണ് നമ്മൾ ആ എവിഡൻസ് കളക്ട് ചെയ്യുന്നതെന്ന് പറയണം. എന്താണ് കൺഫേം ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ പറയും ടു എൻഷുർ ദാറ്റ്, നമ്മൾ പറയാറുണ്ട് ടു എൻഷുർ ദാറ്റ്, അല്ലെങ്കിൽ ടു കൺഫേം ദാറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കൺക്ലൂഡ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് ആണ്, ആ ഒരു പാർട്ടാണ് എന്ത്? ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് 3 ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? 1 മാർക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഹാഫ് മാർക്ക്, അല്ലെങ്കിൽ 0 മാർക്കാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ പല സ്റ്റുഡൻസ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില സ്റ്റുഡൻസ് എന്ത് ചെയ്യും? ഒബ്റ്റെയിൻ ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ട്സ് എന്ന് പറയും. അപ്പോൾ റിപ്പോർട്ട് ഒബ്റ്റെയിൻ ചെയ്യണം എന്ന് പറയും. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഓഡിറ്റ് പ്രൊസീജിയർ ഉണ്ട്, ഡോക്യുമെൻറ്റ്സ് പറയുന്നുണ്ട്, സോഴ്സ് ഡോക്യുമെൻറ്റ്സ് പറയുന്നുണ്ട്. പക്ഷെ എന്തില്ല? ഒബ്ജക്റ്റീവ് പറയുന്നില്ല. ദാറ്റ് മീൻസ് ആ റിപ്പോർട്ടിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് എവിഡൻസ് ആണ് കിട്ടുന്നത് എന്ന് നിങ്ങൾ പറയുന്നില്ല, അല്ലെങ്കിൽ എന്ത് എവിഡൻസാണ് നിങ്ങൾ നോക്കാൻ പോകുന്നതെന്ന് പറയുന്നില്ല. ഒബ്ജക്റ്റീവ് നിങ്ങൾ പറയുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുള്ളൂ? നിങ്ങൾക്ക് ഹാഫ് മാർക്കേ ഇവിടെ കിട്ടുകയുള്ളൂ, ചിലപ്പോൾ 0 മാർക്കായിരിക്കും കിട്ടാം. ക്ലിയർ? ആൻഡ് വേറൊരു കാര്യം, നമ്മൾ എപ്പോഴും, ഞാനും ക്ലാസ്സിൽ പറയുന്ന ഒരു കാര്യമാണ്, എന്തായിരിക്കണം? നമ്മൾ സിനാരിയോ സ്പെസിഫിക് ആയിട്ട് പോയിന്റ്സ് എഴുതി വെക്കണം. ദാറ്റ് മീൻസ് എല്ലാ പോയിന്റ്സും എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ ജനറൽ പോയിന്റ്സ് എഴുതി വെക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട്, അല്ലേ? ജനറൽ പോയിന്റ്സ് എഴുതി വെക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് ഇങ്ങനെയാണ്. ഇപ്പോൾ 5 പോയിന്റ്സ് അവിടെ ചോദിച്ചിട്ടുള്ളത്, അല്ലേ? ഈ 5 പോയിന്റ്സിൽ ഒരു മിനിമം ഒരു 3 പോയിന്റ്സ് എന്തായിരിക്കണം? നമ്മുടെ സിനാരിയോ സ്പെസിഫിക് പോയിന്റ് ആയിരിക്കണം. ഓക്കെ, സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആയിരിക്കണം. ക്ലിയർ ആണല്ലോ? സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആയിരിക്കണം. ബാക്കി 2 എന്തായിരിക്കാം? നമുക്ക് എന്ത് ചെയ്യാം? ജനറൽ പോയിന്റ്സ് എഴുതി വെക്കാം, ജനറൽ പ്രൊസീജിയേഴ്സ് എഴുതി വെക്കാം. ഇങ്ങനെയാണ് നിങ്ങൾ 5 പോയിന്റ് എഴുതി വെക്കേണ്ടത്. ക്ലിയർ ആണല്ലോ?
മിക്ക സ്റ്റുഡൻസ് എന്താ ചെയ്യുക, 5 പോയിന്റും ജനറൽ പോയിന്റ്സ് എഴുതി വെക്കും. നമുക്ക് മാർക്ക് കിട്ടുമോ? ഇല്ല, മാർക്ക് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് 3 പോയിന്റ്സ്, 5 പോയിന്റ് ചോദിച്ചാൽ അതിൽ മെജോറിറ്റി പോയിന്റ് എന്തായിരിക്കണം? സ്പെസിഫിക്, ആ സിനാരിയോനെ സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ്സ് ആയിരിക്കണം. 2 പോയിന്റ് എന്ത് ചെയ്യാം? ജനറൽ പോയിന്റ്സ് എഴുതി വെക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ എങ്ങനെ സ്പെസിഫിക് പോയിന്റ്സ് എഴുതി വെക്കാം? സ്പെസിഫിക് പോയിന്റ് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ആ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്ന കേസസ് ഉണ്ടല്ലോ, സിനാരിയോസ് ഉണ്ടല്ലോ, ട്രാൻസാക്ഷൻസ് ഉണ്ടല്ലോ, അത് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യാം. അപ്പോൾ അവർ പറയുന്ന ഓരോ സിനാരിയോ അല്ലെങ്കിൽ ഓരോ കേസിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? പ്രൊസീജിയേഴ്സ് എഴുതാൻ പറ്റണം. അപ്പോൾ അവർ എന്തൊക്കെ കേസ് പറയുന്നുണ്ടോ അതിനെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണ് ഇവിടെ എഴുതേണ്ടത്. ക്ലിയർ ആണല്ലോ? ഇവിടെ പറയുന്നുണ്ട് കണ്ടോ, ഇന്റേണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പെർഫോം ചെയ്ത ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് ഇഫക്റ്റീവ് ആണോ നമുക്ക് നോക്കിക്കൂടെ? അപ്പോൾ അതൊരു പ്രൊസീജിയർ അല്ലേ? അതൊരു ടെസ്റ്റ് ഓഫ് കൺട്രോൾ ആണ്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഓഡിറ്റ് പ്രൊസീജിയർ ചോദിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ടെസ്റ്റ് ഓഫ് കൺട്രോളും സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയറും എഴുതി വെക്കണം. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ. അതുപോലെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് ചെക്ക് ചെയ്തൂടെ? അവർ കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കിക്കൂടെ? ചിലപ്പോൾ ഇൻവെന്ററി കൗണ്ടിങ് ഓക്കെ ആയിരിക്കും, പക്ഷെ അവർ അഡ്ജസ്റ്റ്മെന്റ്സിൽ പാളിച്ചകൾ ഉണ്ടാവും. അത് നമുക്ക് ചെക്ക് ചെയ്തൂടെ? അപ്പോൾ അങ്ങനെ പോയിന്റ്സ് അവർ പറയുന്ന ഓരോ സിറ്റുവേഷനെ പറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പോയിന്റ്സ് എഴുതാം. അപ്പോഴാണ് എന്ത് ചെയ്യുക, സ്പെസിഫിക് പ്രൊസീജിയേഴ്സ് ആയിട്ട് മാറുക. അപ്പോഴാണ് എന്ത് ചെയ്യുക, എക്സാമിനർ ഇംപ്രസ്ഡ് ആവുള്ളൂ, നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ അല്ലേ? ക്ലിയർ. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ഓഫ് കൺട്രോൾസിന് എഴുതി വെക്കാൻ പറ്റിയ പോയിന്റ്സ് ആണ് ഇവിടെ പറയുന്നത്. കണ്ടോ, നമുക്ക് എന്ത് ചെയ്യാം, റിവ്യൂയിങ് ദി സ്കെഡ്യൂൾസ് ഓഫ് കൗണ്ട് അണ്ടർടേക്കൺ ബൈ ദി, എന്ത് ചെയ്യാം, അവർ ചെയ്തിട്ടുള്ള ഇൻവെന്ററി, കമ്പനി പെർഫോം ചെയ്തിട്ടുള്ള ഇൻവെന്ററി കൗണ്ട്സിന് സ്കെഡ്യൂൾസ് എന്ത് ചെയ്യാം, റിവ്യൂ ചെയ്യാം. എന്ത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്? ടു കൺഫേം ഓൾ ലൈൻസ് കൗണ്ടഡ് അറ്റ്ലീസ്റ്റ് 1 year, വൺസ് ഇൻ എ ഇയർ. എല്ലാ ലൈനും അവർ കൗണ്ട് ചെയ്തിട്ടുണ്ടെന്ന് കൺഫേം ചെയ്യാം. ഇത് മനസ്സിലാക്കുക, ഇത് ക്വസ്റ്റ്യനിൽ പറഞ്ഞൊരു കാര്യമാണ്. ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിട്ടുണ്ട് കണ്ടോ, ക്വസ്റ്റ്യനിൽ ഇത് ക്വസ്റ്റ്യൻ ആണ്, ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിട്ടുണ്ട് എന്ത്, എല്ലാ ലൈനും അവർ കൗണ്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടൊരു പോയിന്റാണ് നമ്മൾ എഴുതി വെച്ചത്, ഒരു ടെസ്റ്റ് ഓഫ് കൺട്രോൾ ആണ്. മേക്ക് സെൻസ്? അപ്പോൾ ഇത് നമ്മൾ കൺഫേം ചെയ്യാണ്, അവരെല്ലാ ലൈനും കൗണ്ട് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ കൺഫേം ചെയ്യാണ്. അതെന്ത് ഡോക്യുമെന്റ് എടുക്കുന്നത്? റിവ്യൂ ഓഫ് സ്കെഡ്യൂൾസ് ഓഫ് കൗണ്ട്. ഇതിനകത്താണ് എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവുക, അവർ കൗണ്ട് ചെയ്തതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? ഓക്കെ. അതുപോലെ ഈ കൗണ്ടിനകത്ത് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് അവർ ഫോളോ ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം. അതുപോലെ മൂന്നാമത്തെ പോയിന്റ് പറയുന്നുണ്ട് എന്ത്, അവർക്ക് കൊടുത്ത ഇൻവെന്ററി കൗണ്ട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടല്ലോ, ഇൻവെന്ററി കൗണ്ട് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് റിവ്യൂ ചെയ്യാം. എന്തിനു വേണ്ടിയിട്ട്? അതെല്ലാം അവർ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് ആണ്. ഈ ഒരു മൂന്നാമത്തെ പോയിന്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഡ്യൂറിങ് ഇൻവെന്ററി കൗണ്ട്, ഫുൾ ഇയർ ഇൻവെന്ററി കൗണ്ടിൽ ഡ്യൂറിങ് ഇൻവെന്ററി കൗണ്ടിങ്ങിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് സെയിം പോയിന്റ് പറയുന്നുണ്ട്. ഇതൊക്കെ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം, 1-2 ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് കൂടെ എഴുതി വെക്കണം. ഒരു 2 ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് എഴുതി വെക്കണം. ക്ലിയർ ആണല്ലോ? അതേപോലെ കുറച്ച് ജനറൽ പോയിന്റ്സ് അവർ പറയുന്നുണ്ട്, ACC എക്സാമിനർ പറയുന്നുണ്ട്, ഈ ജനറൽ പോയിന്റ്സ് എഴുതി വെച്ചാലും മാർക്ക് കിട്ടും. ഏതൊക്കെ ജനറൽ പോയിന്റ്സ് ആണ്? എന്ത് ചെയ്യുക, അവിടെ ഇൻവെന്ററി കൗണ്ടിങ് ഇൻസ്ട്രക്ഷൻസ് റിവ്യൂ ചെയ്യാം. ഇത് നമ്മളിപ്പോൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്താണ്. അതുപോലെ എന്ത് ചെയ്യാം, ഇൻവെന്ററി കൗണ്ടിങ് എന്ത് ചെയ്യാം, ഓഡിറ്റർക്ക് അറ്റൻഡ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, വി കൻ റിവ്യൂ ദെയർ കൺട്രോൾസ്, അവർ കൺട്രോൾസ് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കാം. പിന്നെ എന്ത് ചെയ്യാം, സാമ്പിൾ ഓഫ് ടെസ്റ്റ് കൗണ്ട് പെർഫോം ചെയ്യാം. ഇതും കറക്റ്റ് പോയിന്റ് ആണ്. ദെൻ റിവ്യൂയിങ് ദ ലെവൽ ഓഫ് അഡ്ജസ്റ്റ്മെന്റ്സ്, അവർ എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്തിട്ടുണ്ട്, അതിന് റീസണബിൾസ് നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ജനറൽ പോയിന്റ്സ് ആണ്. ഇതിലെന്ത് ചെയ്യാം, 2 പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം, പ്രൊസീജിയേഴ്സിൽ എഴുതി വെക്കാം. ക്ലിയർ ആണോ? അപ്പോൾ സംഗതി സിമ്പിളാണിത്, പക്ഷെ ഇത് കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞാലേ ഇത് സിമ്പിൾ ആവുള്ളൂ, മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ. ഇനി റോങ് ആൻസേഴ്സ് നോക്കാം. ചില റോങ് ആൻസേഴ്സ് ഉണ്ട്. എന്ത്, നമ്മൾ വാല്യുവേഷനെ പറ്റിയിട്ട് പോയിന്റ് ചെയ്താൽ അതെന്താണ്, റോങ് ആണ്. ഇവിടെ വാല്യുവേഷൻ അല്ല പ്രശ്നം, ഇൻവെന്ററി കൗണ്ടിങ്ങിൻ്റെ ആക്യുറസിയാണ് ഇവിടുത്തെ പ്രശ്നം, വാല്യുവേഷൻ അല്ല. ക്ലിയർ ആണല്ലോ? ദെൻ കാസ്റ്റിംഗ് ദ ഇൻവെന്ററി ലിസ്റ്റ് കാസ്റ്റ് ചെയ്യുക, അത് റിലയബിൾ ആണോ? അല്ല. ഇൻവെന്ററി കൗണ്ടിങ് സ്കെഡ്യൂളാണ് നമ്മൾ നോക്കേണ്ടത്, അല്ലാതെ ഇൻവെന്ററി ലിസ്റ്റ് അല്ല. ഇൻവെന്ററി ലിസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ സോഫ്റ്റ്വെയർ ജനറേറ്റ് ചെയ്യുന്ന റെക്കോർഡ്സ് ആണ്. നമുക്ക് സോഫ്റ്റ്വെയർ ജനറേറ്റ് ചെയ്ത റെക്കോർഡ്സ് അല്ല വേണ്ടേ, നമുക്ക് ഇൻവെന്ററി കൗണ്ടിങ് ചെയ്തിട്ട് അവർ ജനറേറ്റ് ചെയ്ത ഇൻവെന്ററി, ഇപ്പം നമ്മുടെ ഇൻവെന്ററി കൗണ്ട് സ്കെഡ്യൂളാണ് നമുക്ക് വേണ്ടത്. മനസ്സിലാവുന്നു? അല്ലെങ്കിൽ ഇൻവെന്ററി കൗണ്ട് ഷീറ്റ്, ഇതൊക്കെയാണ് ഇൻവെന്ററി കൗണ്ടിങ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്സുകൾ. ക്ലിയർ ആണല്ലോ?
അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഡീറ്റെയിൽസ് കൊടുക്കാതിരിക്കുക, പ്രൊസീജിയേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാതിരിക്കുക. അപ്പോഴൊക്കെ എന്ത് ചെയ്യുക, നമുക്ക് മാർക്ക് കിട്ടാതിരിക്കുക. ഓക്കെ അല്ലേ? അതുപോലെ ലാസ്റ്റ് ഒരു കമൻറ്റ് കൂടെ പറയാനുണ്ട്. എന്താണ്? നമ്മൾ എന്ത് ചെയ്യണം? ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് വായിക്കണം. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കാം. അവർ തന്ന എല്ലാ ഇൻഫർമേഷൻസിനും ഒരു മീനിങ് ഉണ്ടാവും, ഒരു റീസൺ ഉണ്ടാവും. അത് കൃത്യമായിട്ട് നമ്മൾ വായിച്ച് നോക്കണം. വെറുതെ അവരൊരു ഇൻഫർമേഷൻ തരാറില്ല മോസ്റ്റ് ഓഫ് ദ കേസസ്. ഓക്കെ അല്ലേ? അപ്പോൾ അവർ തന്ന ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിരിക്കണം. പല സ്റ്റുഡൻസിനും മാർക്ക് പോകുന്നത് ശ്രദ്ധ കുറവാണ്ടാ. അവർ ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കില്ല. വായിച്ചാലും കൃത്യമായിട്ട് അവർ മനസ്സിലാക്കില്ല. അങ്ങനെയാണ് മാർക്ക് പോകുന്നത്. അല്ല അവർക്ക് കോൺസെപ്റ്റ് ഇല്ലാത്തതുകൊണ്ടല്ല. ഓക്കെ അല്ലേ? ഇതിൻ്റെ ആൻസേഴ്സ് നമുക്ക് നോക്കാം. ഒരു 5 പോയിന്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഒരു 5 പോയിന്റ് പഠിച്ചാൽ മതി. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ എക്സാമിന് മുമ്പ് ഇതൊക്കെ ഒന്ന് റിവ്യൂ ചെയ്തിട്ട് പോവാട്ടോ. നിങ്ങൾ മെയിനായിട്ട് ഈ ലാസ്റ്റ് ഡേയ്സിൽ ചെയ്യേണ്ടത്, എക്സാമിൻ്റെ ഒരു 1 വീക്ക് ഒക്കെ ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ടത് എന്താ പറയുക, നിങ്ങൾ എന്താ പഠിച്ച കാര്യങ്ങൾ റിവ്യൂ ചെയ്യാണ് വേണ്ടത്. റിവ്യൂ ചെയ്തിട്ടെല്ലാം ഓർമ്മയുണ്ട് എന്ന് ഉറപ്പ് വരുത്താണ് വേണ്ടത്. അല്ലാതെ പുതിയ കാര്യങ്ങൾ പോയിട്ട് പഠിക്കുകയല്ല വേണ്ടത്. ക്ലിയർ? അപ്പോൾ പ്രൊസീജിയേഴ്സിൽ ഈ ഒരു 5 പോയിന്റ് പഠിച്ചു വെച്ചാൽ മതി. ഇതിലൊരു കാര്യം മനസ്സിലാക്കണേ, ഇന്റേണൽ ഓഡിറ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? കൗണ്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ കൗണ്ടിങ് റിലയബിൾ ആണോ നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ക്ലിയർ? അത് വളരെ ഇവിടെ സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് പറഞ്ഞാൽ എന്ത് ചെയ്യുക? അറ്റൻഡ് അറ്റ്ലീസ്റ്റ് 1 ഇൻവെന്ററി കൗണ്ട് ടു എൻഷുർ ദാറ്റ് അവർ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താം. ക്ലിയർ ആണല്ലോ? രണ്ടാമത് എന്ത് ചെയ്യുക? ഇന്റേണൽ ഓഡിറ്റേഴ്സിൻ്റെ റിപ്പോർട്ട്സ് എടുത്ത് നോക്കുക. ഓക്കെ, relating to implementing of the continuous inventory system and discuss any significant findings or deficiencies with the internal auditors. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇന്റർണൽ ഓഡിറ്റേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പിന്നെ obtain review of copy of written instructions issued to counters to ensure that determine if the counts are adequate. എന്ത് ചെയ്യുക? ഇൻവെന്ററി കൗണ്ടിങ് ഇൻസ്ട്രക്ഷൻസ് എല്ലാം ആഡിക്വേറ്റ് ആണെന്ന് ഉറപ്പ് വരുത്താം. ഓക്കെ അല്ലേ? ദെൻ ഫോർത്ത് വൺ എന്ത് ചെയ്യുക? അവർ ചെയ്ത അഡ്ജസ്റ്റ്മെൻറ്റ്സ് review the adjustments made, okay, to the inventory record on a monthly basis to gain an understanding of the level of differences arising month by month basis. അപ്പോൾ എന്തൊക്കെ ഡിഫറൻസസ് ഇവിടെ വരുന്നുണ്ട് നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. ഓക്കെ, സോറി, നെക്സ്റ്റ് വൺ എന്ത് ചെയ്യാം? review the schedule of inventory count to confirm that all inventory lines have been counted and are due to counted at least once during the year. എല്ലാ വർഷവും എല്ലാ ലൈൻ ഓഫ് ഇൻവെന്ററീസും കൗണ്ട് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താം. ഈ 5 പോയിന്റ് പഠിച്ചു നോക്കാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് ഇൻവെന്ററി കൗണ്ടിങ്ങിൻ്റെ റിലയബിലിറ്റി ചെക്ക് ചെയ്യാനുള്ള ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ആണ്. അപ്പോൾ ഇതിൽ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് നമ്മൾ എഴുതി വെക്കേണ്ടതുണ്ട്. ഓക്കെ അല്ലേ? അത് ശരിക്കും ശ്രദ്ധിക്കുക. അതേസമയത്ത് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് മാത്രം ചോദിക്കുകയാണെങ്കിൽ അത് മാത്രമേ എഴുതി വെക്കാൻ പാടുള്ളൂ. അതിനകത്ത് എന്ത് ചെയ്യാൻ പാടില്ല? ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് എഴുതി വെക്കാൻ പാടില്ല. മേക്ക് സെൻസ്? ഇതൊക്കെ ചെറിയ ചെറിയ ഇൻഫർമേഷൻസ് ആണ്, പക്ഷെ ഇത് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ ഈ സെയിം ക്വസ്റ്റ്യനിൽ ലാസ്റ്റ് റിക്വയർമെൻ്റ് ഉണ്ട്, റിപ്പോർട്ടിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി ഇത് റിപ്പോർട്ടിംഗ് അല്ല, ഇതിൽ ഓഡിറ്റ് റിപ്പോർട്ടിനെ പറ്റിയൊന്നും ചോദിക്കുന്നില്ല. ഇവിടെ ചോദിക്കുന്നത് എന്താ? എക്സ്പ്ലെയിൻ വെദർ ദി FS റിക്വയർസ് അമെൻമെൻറ്റ്സ് ഇൻ റിലേഷൻ ടു ദ മാറ്റേഴ്സ്. FS അമെൻഡ് ചെയ്യണോ വേണ്ടയോ എന്ന് ചോദിക്കുന്നുള്ളൂ. എന്ത് ചെയ്യണ്ട? നമ്മൾ മോഡിഫൈഡ് റിപ്പോർട്ടാണോ അൺമോഡിഫൈഡ് റിപ്പോർട്ടാണോ ഒന്നും പറയേണ്ട ആവശ്യമില്ല, കാരണം അത് ചോദിക്കുന്നില്ലല്ലോ. ഇവിടെ ചോദിക്കുന്നത് എന്താ? FS നമ്മൾ അമെൻഡ് ചെയ്യണോ വേണ്ടയോ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? FS അമെൻഡ് ചെയ്യണോ വേണ്ടയോ, എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. ക്ലിയർ ആണല്ലോ? അതുപോലെ ഡിസ്ക്രൈബ് 2 പ്രൊസീജിയേഴ്സ് വിച്ച് ദ ഓഡിറ്റർ ഷുഡ് പെർഫോം ഇൻ ഓർഡർ ടു കൺഫേം എ കൺക്ലൂഷൻ ഓൺ ദി റിക്വയർഡ് അമെൻമെൻറ്റ്സ്. അപ്പോൾ FS അമെൻമെൻറ്റ് ചെയ്യണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഓഡിറ്റേഴ്സ് പെർഫോം ചെയ്യണമെന്നും ചോദിക്കുന്നുണ്ട്. 2 പ്രൊസീജിയേഴ്സ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടുത്തെ ഇഷ്യൂ എന്തായിരുന്നു ഗൈസ്? ഇവിടുത്തെ ഇഷ്യൂ എന്താണ്? എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സബ്സീക്വൻറ്റ് ഇവൻ്റ് ആണ്. കാരണം എന്താ? നമ്മുടെ ഇയർ എൻഡ് അറിയാം. നമ്മൾ ഇയർ എൻഡ് എപ്പോഴാണ്? നമ്മുടെ ഇയർ എൻഡ് 30 സെപ്റ്റംബർ ആണ്. 30 സെപ്റ്റംബർ നമ്മുടെ ക്ലയൻറ്റിൻ്റെ ഇയർ എൻഡ്. ആൻഡ് ഈ ഇഷ്യൂ നടക്കുന്ന എപ്പോഴാണ്? സെപ്റ്റംബർ
ഓക്കെ, സോറി, സബ്സിക്വൻറ്റ് ഇവൻ്റ് അല്ല. ഓക്കെ, 24th ഓഗസ്റ്റിനാണ് ഇന്നത്തെ ഡേറ്റ്. ഓക്കെ, 24 ഓഗസ്റ്റ് ഇന്നത്തെ ഡേറ്റ്. ഇയറിൻ്റെ എപ്പോഴാണ്? സെപ്റ്റംബർ ആണ്. ഓക്കെ, അപ്പോൾ ഇയറിൻ്റെ മുമ്പാണ് ഈ ഡേറ്റ് പറയുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഓഡിറ്റ് ഏകദേശം കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. സോറി, ഓഗസ്റ്റ് അല്ലേ? ഇവിടെ 2 ക്ലയൻറ്റ് പറയുന്നുണ്ടോ? ഇവിടെ 2 ക്ലയൻറ്റ് ഉണ്ട്, സോറി കേട്ടോ. ഇവിടെ ട്രിബേക്ക എന്ന് പറഞ്ഞൊരു ക്ലയൻറ്റ് ഉണ്ട്. ആ ക്ലയൻറ്റിൻ്റെ ഇയർ എൻഡാണ് 30 സെപ്റ്റംബർ. ട്രിബേക്ക എന്ന് പറഞ്ഞ ക്ലയൻറ്റിൻ്റെ. രണ്ടാമത്തെ ക്ലയൻറ്റാണ് ചെൽസിയ കമ്പനിയുടെ ഇയർ എൻഡാണ് അപ്പോൾ 31 മെയ്. മാറിപ്പോയി. ഇപ്പോൾ ചെൽസിയ കമ്പനിയുടെ ഇയർ എൻഡാണ് 31 മെയ്. അപ്പോൾ ഈ ചെൽസിയ കമ്പനിയുടെ ചെൽസിയ കമ്പനിയെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ചെൽസിയ കമ്പനിയുടെ കേസാണ് പറയുന്നത്, ശരിക്കും ശ്രദ്ധിക്കുക. ചെൽസിയ കമ്പനിയെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ 2 ക്ലയൻറ്റ് ഉണ്ട്. രണ്ടാമത്തെ ക്ലയൻറ്റിനെ പറ്റിയിട്ട് ഇവിടെ പറയുന്നത്, ഇതും ശ്രദ്ധിക്കുക. ഇതും സ്റ്റുഡൻസിന് തെറ്റിപ്പോകുന്നൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അവരുടെ ഇയർ എൻഡ് എപ്പോഴാണ്? മെയ് ആണ്. ആൻഡ് നമ്മളിപ്പോൾ ഓഡിറ്റ് ചെയ്യുന്ന നമ്മൾ റിപ്പോർട്ട് സൈൻ ചെയ്യാൻ പോകുന്നത് 24th ഓഗസ്റ്റ് ആണ്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഓഡിറ്റ് റിപ്പോർട്ട് സൈൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞെന്ത് ചെയ്ത്, നമ്മൾ സപ്ലയറുമായിട്ടൊരു കോൺട്രാക്റ്റ് ഉണ്ട്. ആ കോൺട്രാക്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ബ്രീച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് അവർ ക്ലെയിം ചെയ്യുന്ന എമൗണ്ട് കോമ്പൻസേഷൻ എത്രയാണ്? 0.6 മില്യൺ ആണ്. അപ്പോൾ സപ്ലയർക്ക് വേണ്ട നഷ്ടപരിഹാരം 0.6 മില്യൺ ആണ്. ആൻഡ് നമ്മൾ കേസിൻ്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ 0.6 മില്യൺ വേണ്ട, 0.4 മില്യൺ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ കേസ് സെറ്റിൽമെൻറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. 0.4 മില്യൺ വെച്ചിട്ടാണ് കേസ് സെറ്റിൽമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് കമ്പനി എന്താ ചെയ്തത്? ഇത് കണ്ടീഷൻ ലയബിലിറ്റി ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. കണ്ടീഷൻ ലയബിലിറ്റി ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കാര്യം മനസ്സിലാക്കുക, ഇതൊരു ഇവൻറ്റ്സ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് ആണ്. ഓക്കെ, കാരണം എന്താണ്? Correspondence has just arrived from the 5th company indicating that it is willing to settle the case for a payment of 0.4 മില്യൺ. എന്ന് വെച്ചാൽ ഇയർ എൻഡ് കഴിഞ്ഞിട്ട് കുറച്ച് നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ട് അല്ലേ, നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ട് സൈൻ ചെയ്യുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമുക്ക് എന്ത് വന്നിട്ടുള്ളത്? കറസ്പോണ്ടൻസ് വന്നത്. ഒരു ഡോക്യുമെൻ്റ് ആണ് കറസ്പോണ്ടൻസ് ഫ്രം ദ കസ്റ്റമർ, സപ്ലയർ അല്ലേ. സപ്ലയർ അടുത്ത് നമുക്കൊരു കറസ്പോണ്ടൻസ് വരികയാണ് എന്ത്? അവർക്ക് 0.4 മില്യൺ മതി എന്ന്. അപ്പോൾ ഈ കറസ്പോണ്ടൻസ് നമുക്ക് കിട്ടുന്നത്, കറസ്പോണ്ടൻസ് വെച്ചാൽ നമ്മുടെ അഡീഷണൽ എവിഡൻസ് ആണ്. ഇതെപ്പോഴാണ് കിട്ടുന്നത്? ഇയർ എൻഡിൻ്റെ ശേഷമാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ്? ഇതൊരു സബ്സിക്വൻറ്റ് ഇവൻ്റ് ആണ്. കാരണം നമുക്ക് അഡീഷണൽ എവിഡൻസ് കിട്ടുന്നത് ഇയർ എൻഡിൻ്റെ ശേഷമാണ്. ദാറ്റ് മീൻസ് എന്താ അഡീഷണൽ എവിഡൻസ് കിട്ടുന്നത്? 0.4 മതി സെറ്റിൽമെൻറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ കേസ് അല്ലെങ്കിൽ ഈ സപ്ലയർ നമുക്കെതിരെ കേസ് കൊടുക്കാൻ പോകുന്ന എപ്പോഴാണ്? 0.6 മില്യൺ എപ്പോഴാണ് അവർ പറഞ്ഞ 0.6 മില്യൺ വേണമെന്ന് പറയുന്നത്? അതെപ്പോഴാണ്? കറണ്ട് ഇയറിലാണ് അല്ലേ. കറണ്ട് ഇയറിലാണ് അവർ നമ്മൾക്കെതിരെ അവരെന്ത് ചെയ്യുന്നത്? ക്ലെയിം ചെയ്യുന്നത് 0.6 മില്യൺ വേണമെന്ന്. പക്ഷേ പിന്നീട് ഇയറിൻ്റെ ശേഷം അവർ പറയുകയാണെന്ത്? സബ്സിക്വൻ്റ്ലി അവർ പറയുകയാണ് 0.4 മില്യൺ മതി എന്ന് പറയുകയാണ്. അപ്പോൾ അഡീഷണൽ എവിഡൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ദിസ് ഈസ് എൻ അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ്. കാരണം ഇയർ എൻഡിൽ ട്രാൻസാക്ഷൻ ഉണ്ട് ആൻഡ് സബ്സിക്വൻറ്റ് പീരീഡിൽ നമുക്ക് എന്ത് ചെയ്യുന്നു? അഡീഷണൽ എവിഡൻസ് കിട്ടാണ്. അല്ലെങ്കിൽ ഈവൻറ്റ്സ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡിൽ നമുക്ക് എന്ത് ചെയ്യാണ്? എവിഡൻസ് കിട്ടാണ്, അഡീഷണൽ എവിഡൻസ് കിട്ടാണ്. 0.4 മില്യൺ പേ ചെയ്താൽ മതി എന്ന്. അപ്പോൾ ഇതൊരു സബ്സിക്വൻറ്റ് ഇവൻ്റ് ആണ്. സബ്സിക്വൻ്റ് അല്ല, ഇവൻറ്റ്സ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ് ആണ്. ഇറ്റ്സ് എൻ അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ പേയ്മെൻറ്റ് പ്രോബബിൾ അല്ലേ. പേയ്മെൻറ്റ് പ്രോബബിൾ ആയതുകൊണ്ട് എന്ത് ചെയ്യണം? ഇത് ഡിസ്ക്ലോസ് ചെയ്താൽ പോരാ, പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ. പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ ഇതൊരു മിസ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് ഇതൊരു മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് നോക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? മെറ്റീരിയാലിറ്റി കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഫിഗേഴ്സ്, എന്തൊക്കെ ഫിഗേഴ്സ് ഉള്ളത്? അസറ്റ്സ് ഉണ്ട്, ലയബിലിറ്റി ഉണ്ട്. ഇതിന് മുകളിൽ മെറ്റീരിയാലിറ്റി കണ്ടുപിടിക്കാം. മെറ്റീരിയാലിറ്റി കാണുമ്പോൾ എത്ര പെർസെൻറ്റേജ് വരും നമുക്ക്? കണ്ടോക്കെ, മെറ്റീരിയാലിറ്റി കാണുമ്പോൾ നമുക്ക് വരുന്ന എമൗണ്ട് എത്ര വരും? എത്രയാണ്? പ്രോഫിറ്റിന് മുകളിലാണെങ്കിൽ 7.5 എന്ന് വരും. ലയബിലിറ്റിന് മുകളിലാണെങ്കിൽ 3% എന്ന് വരും. ആൻഡ് പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ കാൽക്കുലേഷൻ ഇതുപോലെ കാണിക്കണം കേട്ടോ, എന്നാലേ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, കാൽക്കുലേഷൻ ഇതേപോലെ കാണിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? 1 മാർക്ക് മെറ്റീരിയാലിറ്റി കാണുന്നതിന് കിട്ടും. ഓക്കെ, സോ ഈ ഇഷ്യൂ എന്താണ്? മെറ്റീരിയൽ ആണ്. അപ്പോൾ ഇതൊരു അഡ്ജസ്റ്റിംഗ് ഇവൻ്റ് ആണ്. എന്ത് ചെയ്യണം? ഡിസ്ക്ലോസ് ചെയ്താൽ പോരാ, എന്ത് ചെയ്യണം? FSനകത്ത് അഡ്ജസ്റ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? പ്രൊവിഷൻ വിൽ ബി അണ്ടർസ്റ്റേറ്റഡ്. ഇത് നിങ്ങൾ മെൻഷൻ ചെയ്യണം, നിർബന്ധമായിട്ട് മെൻഷൻ ചെയ്യണം. ഓക്കെ അല്ലേ. അപ്പോൾ മാർക്ക് എങ്ങനെയാണ്? ഫസ്റ്റ് പാരഗ്രാഫ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ അല്ലേ. ഫസ്റ്റ് പാരഗ്രാഫ് ഇസ് ഐഡൻറ്റിഫിക്കേഷൻ. സെക്കൻഡ് പാരഗ്രാഫ് എന്ത് ചെയ്യുക? നമ്മൾ എന്ത് ചെയ്യുക? കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് പറയാം, കറക്റ്റായിട്ടുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് പറയാം. ആൻഡ് അണ്ടർസ്റ്റേറ്റ്മെൻ്റ് ആണോ ഓവർ സ്റ്റേറ്റ്മെൻ്റ് ആണോ എന്ന് പറയാം. ക്ലിയർ? ദെൻ തേർഡ് പാരഗ്രാഫ് എന്ത് പറയണം? മെറ്റീരിയൽ ആണോ അല്ലയോ എന്ന് പറയാം.
ഓക്കെ, ദെൻ നമ്മൾ എന്ത് ലാസ്റ്റ് കൺക്ലൂഷൻ കൊടുക്കുക, എന്ത് FS അമെൻഡ് ചെയ്യേണ്ട കാര്യമുണ്ട് അല്ലേ, FS അമെൻഡ് ചെയ്യണമെന്ന് നിങ്ങൾ പറയാം. അപ്പോഴാണ് നമുക്ക് കംപ്ലീറ്റ് മാർക്ക് കിട്ടുക. ഓക്കെ, ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക, കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് പറയുക, ആൻഡ് അണ്ടർ സ്റ്റേറ്റ്മെൻ്റ് ആണോ ഓവർ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് പറയാം, ആൻഡ് തേർഡ് വൺ ഇസ് മെറ്റീരിയൽ ആണെന്ന് പറയാം, ആൻഡ് ഫോർത്ത് വൺ അമെൻഡ് ചെയ്യണോ വേണ്ടയോ എന്ന് പറയാം. ഇത്ര മാത്രം മതി. അല്ലാതെ എന്ത് ചെയ്യേണ്ട, റിപ്പോർട്ടിനെ പറ്റിയിട്ട് ഒന്നും പറയേണ്ട ആവശ്യമില്ല, നമുക്കതിന് എക്സ്ട്രാ മാർക്കൊന്നും കിട്ടില്ല. ക്ലിയർ? സോ 3 മാർക്കോ അത്രേ, 3 മാർക്കിന് നമുക്ക് ഇത് 3 മാർക്ക് കിട്ടും, നമുക്കിതിന് 3 പോയിന്റ് മതി. ക്ലിയർ ആണല്ലോ? ദെൻ 2 പോയിന്റ്, ബാക്കി 2 മാർക്ക് എന്തിനാണ്, പ്രൊസീജിയേഴ്സ് എഴുതുന്നതിനാണ്. അപ്പോൾ ഏതെങ്കിലും 2 പ്രൊസീജിയേഴ്സ് എഴുതി വെക്കാം. ഇതിനകത്ത് 2 ഏതെങ്കിലും മതി, 2 പോയിന്റ് മതി. അപ്പോൾ ഇവിടെ കറസ്പോണ്ടൻസ് പറയുന്നില്ലേ, ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞ എവിഡൻസ് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കാം. ചിലപ്പോൾ മാനേജ്മെൻറ്റ് നുണ പറയുന്നതാണെങ്കിലോ അല്ലേ. അപ്പോൾ കറസ്പോണ്ടൻസ് ഉണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ കറസ്പോണ്ടൻസ് റിവ്യൂ ചെയ്തിട്ട് നമുക്ക് എന്ത് കൺഫേം ചെയ്യാം, 0.4 ആണ് കോമ്പൻസേഷൻ പേ ചെയ്യേണ്ടത് കൺഫേം ചെയ്യാം. സിമ്പിൾ അല്ലേ? ഓക്കെ, രണ്ടാമതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് പോസ്റ്റ് ആൻഡ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കിക്കൂടെ, എന്തെങ്കിലും പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന്. വളരെ സിമ്പിളായിട്ടുള്ള 2 പോയിൻറ്റ്സ് ആണ്, സിമ്പിളായിട്ടുള്ള പോയിന്റ്, അതൊന്നും മാർക്ക് കളയേ ചെയ്യരുത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു പോയിന്റ്, നമുക്കിത് കോർട്ട് കേസ് ആണല്ലോ, ഒരു കേസ് ആണല്ലോ, ഒരു സെറ്റിൽമെൻറ്റ് ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ലോയറെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മാനേജ്മെൻറ്റിനോട് ചോദിക്കാം എന്തുകൊണ്ടാണ് ഇത് പ്രോബബിൾ ആവുന്നത് കേസ് എന്ന്. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് റിട്ടേൺ റെപ്രസെൻറ്റേഷൻ ചോദിക്കാം. വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന പോയിന്റ്സ് ആണ്. ഏതെങ്കിലും 2 പോയിന്റ് മാത്രം എഴുതി വെച്ചാൽ മതി കേട്ടോ, ടൈം വേസ്റ്റ് ചെയ്യരുത്. ക്ലിയർ ആണല്ലോ? ഓക്കെ.